രണ്ടു വല ഉണ്ടോ? എന്താണ് പരിപാടി അറിയൂ? അപ്പൊ ഇന്ന് ഫിഷിങ്, വല കോരൽ. ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ? എവിടെ വന്നാ ഇരിക്കുന്നേ? അതെ, അങ്ങനെ ഈ തോടിന്റെ കര കണ്ടിട്ട് ഇത് ഇപ്പൊ ഇരുന്ന് അതെ ഇനി എല്ലാ ദിവസവും പറയും ഇവിടെ വന്നിരിക്കും. അത് ശരിയാ. 5 വർഷത്തിന് മുന്നേ ഈ തോടിന്റെ കര കണ്ട ആളാ. അതെ, ഈ സൈഡൊക്കെ. ഇപ്പൊ ഞങ്ങള് 3 പേരും കൂടെ കണ്ട ഈ വീശുവല വെച്ച് മീൻ പോയി പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴാദ്യം നമ്മൾ എടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കുറേ ട്യൂബ് കിടപ്പുണ്ട് ഇതിനകത്ത് കേട്ടോ. ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പ്, PVC പൈപ്പ്, അതൊരു മൺപൈപ്പൊക്കെ കിടപ്പുണ്ട്. നമ്മൾ കുളത്തിന് എൻ്റെ സൈഡിൽ നമുക്ക് വെള്ളം കയറാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പൈപ്പുകളാണ്. അപ്പോൾ ഇതിൽ കിടക്കുന്ന സ്ഥിരം. അപ്പോൾ അതൊന്ന് പൊക്കി നോക്കി കേട്ടോ ആദ്യം. വെള്ളത്തിന് തണുപ്പുണ്ടോ? ചെറിയ തണുപ്പുണ്ട്. തണുപ്പ് കാണത്തില്ല, ഉപ്പായതുകൊണ്ട് വലിയ തണുപ്പൊന്നും കാണത്തില്ല. ആണോ? ആദ്യം അവിടെ 2-3 പൈപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ പൈപ്പൊന്ന് പൊക്കിയെടുക്കട്ടെ. അല്ല, അവിടെ അവർ രണ്ടുപേരും കടക്കിപ്പോണ്ട് കേട്ടോ. പിന്നെ കിട്ടിയാ? പിന്നെ ഒരെണ്ണം വേണമായിരുന്നു. കയ്യിലുണ്ടോ? രണ്ടുപേരും മുങ്ങി. എന്താ അവിടെയാണ് നമ്മുടെ പൈപ്പ് കിടക്കുന്നത്. സാധാരണ പൈപ്പിനകത്തൊക്കെ മീനും ഞണ്ടുമൊക്കെ കയറി നിൽക്കേണ്ടുന്നേ. ഒന്നുമില്ല. എന്തോ ഒരു പള്ളത്തി തന്നെ ഉണ്ടെന്ന് തോന്നില്ലേ? പള്ളത്തിയ കളയണ്ട. ചെറിയ കുഞ്ഞാണെങ്കിൽ വിട്ടേരെ. കണ്ണം പള്ളത്തി വല്ലതും ആണെങ്കിൽ എടുത്തോ. എന്തോ അത്? കരിമീൻ പള്ളത്തി കേട്ടോ. നോക്കട്ടെ. അത് കളഞ്ഞേരെ. ആദ്യത്തെ അല്ലേ വെള്ളത്തിലിട്ടേരെ. അവിടെ കണ്ടോ ഇടുന്നത്? പുറകോട്ട് ഇട്. നിങ്ങള് രണ്ടുപേരും കൂടെ അവിടെ ഇവിടെ ഇടാതെ പോയോ? അതില് മീനുണ്ട് കേട്ടോ. ആണോ? അതിനകത്ത് വീണ്ടും കയറിയോ? ആണോ? അങ്ങോട്ട് മാറി ഒരു വരണം കാണണമല്ലോ. ഇവിടെയാണോ? ചെറുതാ? കുറേ നീളമുള്ള ഒരെണ്ണം ഉണ്ടല്ലോ. ചെറുതാ. അയ്യോ, അതിലൊന്നും കാണാൻ സാധ്യമല്ല. കൊണ്ടെങ്കിലും കുഞ്ഞേ കാണത്തുള്ളൂ. അതെ, ഉണ്ടുണ്ട് തന്നെ അതിനകത്ത്. പൊടിപ്പള്ളത്തിയായിരിക്കും. അതിൽ രണ്ടുപേരോട് എടുത്തങ്ങ് തപ്പിയെങ്കിലല്ല കാണത്തുള്ളൂ. പൊക്ക് പോയി കാണത്തില്ല. അവിടെ അടുത്ത അവിടെ നോക്ക്. നല്ല വെള്ളം ഉണ്ടായതുകൊണ്ടാ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മീനുണ്ട് കേട്ടാ. ഏതോ ഒന്നും ചാടിയല്ലോ. വള്ളത്തിയാന്നോ? അതിൽ കുറേ മീനുണ്ട്. നോക്കട്ടെ ആ വലയെന്ന് കാണിച്ചേ. 3-4 ഉണ്ട് കേട്ടോ. കിടക്കട്ടെ. അതെ, കണ്ണമ്പള്ളത്തിയാന്നോ? തല കെട്ടാനോ? ആന്നോ?
ഇപ്പോൾ പിന്നെ വരാം. ഇനിയുണ്ടോ? ഇനി ഒരെണ്ണം അവിടെ അങ്ങോട്ട് കാണണം. അത് ചെറുതാ. ഇപ്പം എടുത്തിട്ടേന്നോ? നിങ്ങൾ പുറകോട്ടിട്. ഉൾട്ടോ വലുതാ, കുറേ ഉണ്ട് കേട്ടോ. ഞണ്ട് കാണും കേട്ടോ. ഒന്നുമില്ല. ഇനി നമ്മൾ കോരി വരുമ്പം കാണും. ഞണ്ടിരിപ്പുണ്ടോ? വലിയ ഞണ്ടാന്നോ? ആണോ? ആ, എടുക്കുന്നുണ്ടോ? വെള്ളം കോരി ചേർത്ത് കയറ്റിക്കൊടു. ഇങ്ങോട്ട് വരുമെന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് വിട്ടാലെങ്ങനെ? ഇറങ്ങിയോ? നോക്കട്ടെ. ഏത് ഞണ്ടാന്ന് നോക്ക്. അയ്യോ ഇപ്പൊ പോയനെ. അവനെ കയറി പോവാന്നല്ലോ. ആ എന്നാ വിട്ടാര്. ചെറുതല്ലയോ? അല്ലേ പിടിച്ച് കട്ടി ഇടാം. കട്ടിയാ? ആ എന്നാ വിട്ടാരേ. ആർക്കും വേണ്ടാലോ. വാവ കഴിക്കത്തില്ലല്ലേ? വാ കടിച്ചങ്ങ് പിടിച്ചോ. തോർത്തോ? ആ കുഴപ്പമില്ല. തല തോർത്താനോ ഇടയ്ക്കിടയ്ക്ക്. മുടിയില്ലാത്തതുകൊണ്ടേ വെള്ളം താങ്ങി നിൽക്കത്തില്ല. ഇനി ഒരു പൈപ്പ് കൂടെ കാണണം. എനിക്ക് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കാണും മീന്. ചെറിയ പൈപ്പാന്നോ? ഇത്രയും പൈപ്പ് അങ്ങോട്ടേ ഉള്ളില്ലയോ? കിട്ടിയോ? ആ ഒരെണ്ണം ഉണ്ടില്ലയോ? സിലോപ്പിയ. ചെമ്പല്ലിയോ? ആ ഇങ്ങനെ സാധനം ഇവനാണ് നമ്മുടെ സിലോപ്പി കുഞ്ഞിനെ തിന്നത്. അപ്പൊ ഇപ്പൊ കേറി ഇതിനകത്തേ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ അവനെ പിന്നെ വിടാവനെ. ഇപ്പം തൽക്കാലം അതിലോട്ട് ഇട്ടോ.
ഇയാളാണ് കേട്ടോ നല്ല ഫുഡ് അടിച്ചതാ. ഇതിന് തിരിച്ചുവിടുന്ന എന്തിനാ? വേണ്ട ഓ കാണിക്കാം അങ്ങ് വരാം. സാധ്യതയുണ്ട്. നമ്മൾ കുറേ സിലോപ്പിയ മേടിച്ചത് 2 പ്രാവശ്യമായിട്ടില്ലയോ? 3000 വിത്തോളം മേടിച്ചതാ. 3000 അല്ല 500 വിത്തോളം മേടിച്ചതാ. 3000 അല്ല 500, 2 പ്രാവശ്യമായിട്ട്. അപ്പം ഈ ഇതിനെല്ലാം കഴിച്ചത് ആണ്. വല എടുത്തോണ്ട് വരാം. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ കോരി അനക്കാം. ചേട്ടാ ഇതിനെ കളയാതെ തോത്ത് കാണിക്കൂടാ. കൊണ്ടുവരാ ഇറങ്ങണ്ടല്ലേ? അപ്പോഴല്ല അവിടെ ഒരാളിരുന്ന് വിളിക്കുക കേട്ടോ. കിട്ടിയ മീനെ കണ്ടോളാൻ വയ്യ. എന്താ അയ്യോ കാല് ഇതൊക്കെ കൊണ്ട് കയറല്ലേ? മിക്കവാറില്ല മുളയുടെ കീഴിൽ കാണും സംഭവം ആൾക്കാരൊക്കെ. ആ മുളയുടെ കീഴിൽ വലിച്ചു പിടിച്ചോ? മുകൾ ഭാഗം വലിച്ചു പിടിച്ചോ? ഒരു പുതിയതായിട്ടൊരു പരീക്ഷണം നടത്തും കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും വിജയിക്കുക എന്നുണ്ടെങ്കിൽ പണ്ട് പോലെ ഇങ്ങനെ കോരുന്ന വലയുണ്ട്, കോരുവലയുണ്ട്. അതിൻ്റെ കീഴിലോട്ടൊക്കെ കയറി നിൽക്കും കേട്ടോ. വലമേളി അടി പോയടേ. ചേട്ടൻ്റെ സൈഡ് പൊക്കി പിടി ചേട്ടാ. എത്രത്തോളം വിജയകരമായി ഈ പരീക്ഷണം വിജയിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. പടിഞ്ഞാറോട്ടല്ല, അവിടെ അനക്കുമ്പോൾ മീൻ ഇവിടെ വരും. പടിഞ്ഞാറന്നേ കോരി പോരണമായിരുന്നു. ആ വെട്ടിയിട്ടത് ഇല്ലയോ? വെട്ടിയിട്ടത്. ആ ഇനി താണ്ട് ഇതിൽ കോരണം കേട്ടോ. ഈ വെട്ടിയിട്ടേക്കുന്നതിനകത്ത് അതിൻ്റെ അടിയിൽ കൂടെ നീണ്ടു പോകണം. അപ്പോൾ അതിൻ്റെ കീഴിൽ കയറി കാണും കുറേ ആൾക്കാർ. ചടി അത് മുകളിലങ്ങാണ്ടിരുന്നതാ കേട്ടോ. വല അടിയിലാന്നോ മേളിലോ? പടലി വെട്ടിയിട്ട് എൻ്റെ മേളിലാന്നോ നോക്കിയേട്ടാ. ആണോ? എല്ലായിടം നോക്കിയിട്ട് 2 സൈഡും നോക്ക്. 4 സൈഡും നോക്കിയിട്ടാ കറങ്ങി. ആയിരിക്കും. എവിടുന്നാ ഓടി വന്നതാ കേട്ടോ. അപ്പോൾ വല വലിച്ചെടുക്കും കേട്ടോ. വലിച്ചെടുത്താൽ അതിന് അടിയിൽ മീനുണ്ടേ കാണാം. ആണോ? അയ്യോ ആ അതായിരുന്നു വേണ്ടത്. നിങ്ങളതിൻ്റെ മുകളിൽ കൂടെ കോരിയില്ലയോ?
വല കയറി പോരുന്നു. ആ ഒന്നും കാണത്തില്ലല്ലേ? കരയ്ക്കുന്ന വലിക്കാവോ? ആവേഗതേ കരയ്ക്കൊന്ന് വലിക്കുന്നു. വലത് വലിച്ച കരയ്ക്കോട്ടെ, നമുക്ക് തപ്പിയെടുക്കാം. വല കയറിയ മണ്ട കയറിയ അമ്മ ഇങ്ങോട്ടിട്. വല വലിച്ചേ. സംഭവം സെറ്റ് പരിപാടിയായിരുന്നു. വെള്ളത്തിൽ മീൻ കയറി ചാടിപ്പോയി. നല്ല മീനായിരുന്നു. പിടിച്ചോ വലിച്ചോ. ഇന്നില്ല. ചുവന്ന വളയില്ലേ, വളയ്ക്കകത്ത് പിടി. മറ്റേ നൂല് വിട്. എന്തോ ഏതോ ഒന്നുണ്ട്. നൂല് വിട്. അടുത്ത പൈപ്പ് എടുക്കാൻ പോവാം. നോക്കട്ടെ, കിട്ടിയോ? നോക്കിയോ? അയ്യോ ഇല്ല ഇല്ല. പള്ളത്തിയാ. ആ വലുതിനെ എടുത്തിട്ട് കേട്ടാ. എന്നാ ഫ്രണ്ടിലോട്ടിട്ട്. കേട്ടോ പോയി. ഇല്ല അച്ഛൻ്റെ കൈ കൊടു ആ വല. ഇവിടെ ഒരു വല കിടക്കുന്നത്. ഓ കല്ലിന്ന് കാലിനടി താന്നേ. ഓ പിന്നല്ല. അതെ അച്ഛനെ കിട്ടി പോയതാ. ഒരുപോലെ വലിക്ക്, അതുപോലെ വലിക്ക്. കാലെ കൊരുത്ത് നോക്ക് ഒരു ഭാഗം. ഇത് ഒറ്റ കാലം എന്ത് എന്തുവാ. അയ്യോ അയ്യോ അയ്യോ. രുചി ഇരിക്കുന്നുണ്ടോ മീൻ കിട്ടാത്ത? ഇവിടെ ഇഷ്ടം പോലെ കരിയും വെള്ളത്തിലുള്ളതാ. നല്ലോണം പരിശ്രമിക്കാമെങ്കിൽ മീനുണ്ടെങ്കിൽ വന്ന് ഇത് കാണും. എന്തോ തെങ്ങിൻ്റെ പൊറ്റ്, തെങ്ങിൻ്റെ തെങ്ങ്. ആ അതിനടിയിൽ കയറി നിൽക്കും മീന്. കൈ കയറ്റി നോക്കും. ഒരു സൈഡ് ഒതുക്കി 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 വന്ന്. ഓ ഭയങ്കരമായൊരു തടവായിരുന്നു. ആ മീൻ പോയി. തടത്തിന് ഇപ്പറേറ്റോ എൻ്റെ കൈ തട്ടിയ മീനാ. രണ്ട് മീൻ ചാടിപ്പോയി. അല്ല ഇത് തന്നെ തട്ടിയത്. നമ്മൾ ഒത്തിരി വല കയറ്റിയാ വെച്ച മണ്ടയ്ക്ക്. പണ്ടാര പൈപ്പ് പൈപ്പാണോ? ഞാനടുത്ത് മീനായിരിക്കും. ഉണ്ട് ഒരെണ്ണം. അപ്പൊ നമ്മുടെ ശ്രമം വെറുതെയില്ല. വിജയകരമായി പൂർത്തീകരിച്ചു. വള്ളിയൊക്കെ ഉരുകി അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് വെച്ചിട്ട് എടുക്കാം. ചാടുന്നു. അല്ലാതെ പൈപ്പ് വീണോ? അതിനെ അതായത് കിടക്കാം. കൊള്ളാം. കൊട്ട എവിടെ കളഞ്ഞിട്ട് വന്നില്ലയോ? കറുത്തമോ? ഹോയ് 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 ഹോയ്. മായാവിലെ സരികുമാറിനെ ഓർമ്മയിരുന്നു. കിട്ടിയതായാലോ അല്ലേ? ഞാൻ പിടിച്ചിട്ടില്ല. അടിച്ചെടുത്തോ. കുരുങ്ങി കിടക്കാം വായിക്കോ. എന്ത് മീനെന്തി?
ഇതാ ഒറ്റയുള്ള വെക്കണം അവിടെ പൊട്ടിയിട്ട് ഇറങ്ങുന്നോ? അല്ലായിരുന്നു ഇപ്പം ഇറങ്ങിയേനെ. തണുപ്പായതുകൊണ്ട് ഇറങ്ങാം. തണുപ്പായതുകൊണ്ടാണ് ഇറങ്ങാതെ. ഉച്ചയ്ക്ക് എന്താണ് എന്നിട്ടോ? ആ ചിലപ്പെങ്കിൽ വെള്ളത്തിൽ നീന്താനൊക്കെ പറ്റും. കുഴപ്പമില്ലേ? വെള്ളത്തിൽ നിറക്കാൻ പറ്റുമോ? അത് തന്നെ. കിട്ടിയാ അടിച്ച് മുങ്ങിയെടുക്കാൻ പോവാ. കാലെടുത്ത് ആര് മുങ്ങിയെടുക്കും? സുജിത്ത്. ആ ഞാനൊന്നുമില്ല, സുജിത്ത് മുങ്ങും. സുജിത്തിന്റെ കാല് തട്ടി. സുജിത്തല്ലെങ്കിൽ അടിപൊളി. പൊക്കി കാണിക്കേ, പൊക്കി കാണിക്കേ. ആ ആ ചെയ്ത് ചെയ്ത്. ഇതിനകത്ത് മീൻ ഉണ്ടാവുമായിരിക്കും. വല അച്ഛൻ പുറത്തെടുത്തോ? മേലി കിടക്കോ? കപ്പില്ലാത്തോട്ട് ഇങ്ങനെ വലിച്ചാൽ മീൻ കിടക്കത്തില്ല. കത്ത് വേണം, പക്ഷേ മീൻ ഉടക്കണ്ടേ? പടലിനകത്തോട്ട് കയറ്റിക്കും. എവിടെ നിന്നുണ്ടാവാനാ? അതിങ്ങനെ വന്നിരുന്ന കൂടുതൽ ഞാൻ ഒന്ന് ഇങ്ങോട്ട് വരാം. തെങ്കുറ്റിയാണോ പൈപ്പാണോ? തെങ്ങുകുത്തിയ അവിടെ ഒരു പൈപ്പ് ഉണ്ട്. പൈപ്പ് ഇപ്പുറം ഉണ്ട്. എവിടെ എങ്ങോട്ടാ? കിട്ടിയോ? പോകുന്ന പോകുന്നു. സൈഡിൽ ചെറുതായിട്ടാ പോയതാ. പോയത് സൈഡിൽ ഓട്ടയായിരുന്നു. അത് ആ വഴി എടുക്കേണ്ട കാര്യമില്ലല്ലേ? അല്ല വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ചാടിയത്. ഞാനാ വല പൊക്കിയിലായിരുന്നു. കിട്ടിയോ? ഇവിടെ വേറെ കിടക്കുന്നുണ്ട്. ആ ട്യൂബ് എടുത്തതാണ്. ഇതുണ്ടോ ട്യൂബ്? അയ്യോ കിട്ടിയോ? ആ അതിൽ കാണും മീൻ കേട്ടോ. രണ്ട് കയറി ഇരിക്കും കേട്ടോ. അതെയോ? ഇനി ഇവിടെ നിന്നില്ല, മൂലയ്ക്കോട്ട് ഇരിക്കണ്ട. പോയി പോയി. പിടിച്ച അവിടെ പിടിച്ചാൽ പറയാം. വേസ്റ്റ് ഉണ്ടല്ലോ. തറ തട്ടല്ലേ? അത് അരേനയുള്ളൂ. അല്ല അവിടെ ഉള്ളു. ഇങ്ങോട്ടില്ല. അവിടെ കുറ്റിയുണ്ടോ? ഇതെല്ലാം വേസ്റ്റാണല്ലോ. തെങ്ങിന്റെ അപ്പുറം ഇടണേ. കുരുങ്ങിയല്ലേ? അതവിടെ തെങ്ങ് കിടക്കുന്നു. തെങ്ങിനാ പല തമ്മിൽ കുരിക്കുന്നതാ നോക്ക്. ആ അല്ലല്ല, നിങ്ങൾ തെങ്ങിന്റെ പുറത്തുകൂടെ ഇട്ടേക്കുന്നത്. എനിക്ക് മാറി ഓക്കെ. തെങ്ങ് തന്നല്ല, വേസ്റ്റിനകത്താ വന്നിറങ്ങിയത്. ആ വേസ്റ്റ് എടുത്താൽ മതി, അങ്ങോട്ട് കയറ്റി. അതാ പറഞ്ഞ എവിടുന്ന് വരാൻ പറഞ്ഞതാ. ആ പോരി. വേസ്റ്റല്ലേ കോരി? വേസ്റ്റാ കോരിക്കൊണ്ട് വരുന്നത്. അപ്പുറം മോട്ടി തപ്പം
വല ബാക്കും ഒക്കെ ഏൽപ്പിച്ചതാ. വല പൊങ്ങിയിരിക്കുന്നു. വല മണ്ടയ്ക്ക് ഇരിക്കുന്നു. കഴിവില്ല, ഒരു ദിവസം മൊത്തം കഴിയാനാണ്. അതിനകത്തല്ല അതോടിക്കുന്നത് ഇതല്ലേ ഞാൻ കിടന്നിട്ട് കഴിഞ്ഞ് കൈ തെളിവിച്ചടിക്കുന്നത് തെക്കെ തെളിവിച്ചു. അമ്മ ഇവിടെ എടുത്തു കിട്ടിയോ? ആ ഇവിടെ ഉണ്ട്, ഇവിടെ വലിയ കരിമീനുണ്ട്. ഇവിടെ തെങ്ങുകുറ്റി ഉണ്ട് കേട്ടോ. തെങ്ങിന്റെ പുറത്തുകൂടെ ഞാൻ വരുന്നത്. എനിക്ക് ഇല്ല, അത് ഇവിടെ ഇങ്ങനെ പോവാം. മണ്ടയ്ക്ക് ഞാൻ അത് ഒഴിച്ചാടുന്നു. ഈ വക സാധനങ്ങൾ കയറി കഴിഞ്ഞാൽ പല പൊങ്ങി കിട്ടും. പെൺകുട്ടി എന്തേ വെളിയിൽ പോയോ? വലിയ തെങ്ങുകുറ്റിയാ. വെളിയിലല്ലേ? അയ്യോ പൊന്നുണ്ടോ? അതെ അങ്ങ് കയറി പോയോ? വാ വാ അമ്മ, ഒരു കാലേ വല ബാക്കിൽ നിന്ന് ഒരു വല ഇങ്ങനെ നീക്കി അടി തട്ടിച്ച്. ആ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്ക് വല നോക്ക് ഇവിടെ അതിൻ്റെ തെങ്ങും കുറ്റി. ആ ഇനി തെങ്ങും കുറ്റി അടി തപ്പിയാൽ മതി. തപ്പിക്കോ? അവിടെ തപ്പി ഞാൻ ബാക്ക് തപ്പാം. തൊട്ട്
ചവിട്ടിട്ടേ അടുപ്പിച്ച് വെച്ചോ. അമ്മ അപ്പുറത്തല്ലമ്മ. ആ ആ ചെറിയോ? അയ്യോ മീൻ പോവും. അയ്യോ ആ മീൻ പോവല്ലോ ദൈവമേ. കുനിയാനും പറ്റുന്നില്ല. പോയി. അയ്യോ വലേന്ന് ഇറങ്ങിപ്പോയി. വലാപ്പണേ വലാപ്പണേ. വല അവിടെ ചവിട്ടി കൊള്ളിച്ചില്ലയോ? ആ അടുത്തൊരെണ്ണമുണ്ട്. തെങ്ങിൻ്റെ പുറത്തോ? അടുത്തൊരെണ്ണുണ്ടോ? തെങ്ങിൻ്റെ പുറത്തുനിന്ന് ഇറക്കാം. തുറക്കട്ടോ? അമ്മ തന്നമ്മ കൊട്ടാണോ? കൊട്ടമല്ല അമ്മ എന്നെ താത്ത് പിടിച്ചേ. മീൻ പിടിക്കാനാ. വലന്നിറങ്ങിയോ വലന്നിറങ്ങിയോ? ചവിട്ടി പിടിക്കുക. എന്നെ തള്ളി പിടിക്കണം. ഞാൻ കുനിയുമ്പോൾ നല്ലോണം തള്ളണം. അയ്യോ മുക്കിയേ മുക്കിയേ. കിട്ടിയ അമ്മ മുക്കിയേ. ചേച്ചി മുക്കിയടി. അത് ഓടി വലയിൽ കയറി ഉള്ളിലോട്ട് കയറി. കൂടുതൽ ചെറിയ വള്ളത്തിൽ കിട്ടി. രണ്ടെണ്ണം വന്ന് കാല് രണ്ട അപ്പുറം വന്നു. അതിൻ്റെ അടിയൊന്നുമില്ല അച്ഛൻ. ഒന്നുമില്ല. മുങ്ങുമ്പോ പൊങ്ങി വരുമല്ലേ? ചെളി ഈ വെള്ളത്തിൽ മുങ്ങുമ്പോ നമ്മൾ അടിയിലോട്ട് മുങ്ങുമ്പോഴേ പൊങ്ങി പോരും. അതെ. ഒന്നുമില്ല. ഇപ്പോൾ എടുത്ത് വന്നാൽ അതിനകത്ത് കിടക്കുമോ? പൈപ്പ് ഇതിനകത്താണോ? അത് പയ്യെ പൈപ്പ് ഇറക്കും പുറത്ത്. ഇത് പിടിക്കാം. ഞാൻ പുറക്കാം. ഇറക്കി അല്ലേ? അയ്യോ നല്ല കയറി പിന്നെ പോയി. അറ്റ വിടറേ. എന്താ ചെയ്ത വള്ളി? അല്ല എടുക്കുമല്ലയോ? വള്ളി ഏതാണോ? പിടിയടാ. അവിടെ നിന്ന് ഒരു പിടുത്തം വന്നു. അത് അച്ഛൻ ചവിട്ടി കാണാൻ. ഞാൻ ചവിട്ടിയൊന്നും. ഓ ഇവിടെ കുരുങ്ങി കിടക്കാണല്ലോ. കുരുക്കൊക്കെ എടുത്ത് പിടിക്കാൻ ഒരു 5-6 കക്ക ചവിട്ടി ഇങ്ങനെ. ഒന്ന് രണ്ടെണ്ണം കാണാം. ഇവിടെ പിടിച്ചമ്മ പിടിച്ചാ ഇവിടെ കുരുക്കി കിടക്കുന്നു. അത് വിട്ടേക്കട്ടെ. നമുക്ക് അങ്ങോട്ട് വെക്കാം. അച്ഛൻ കയറുകയാണ് കേട്ടോ. റിട്ടയർഡായി. ഞങ്ങൾ പ്രൊമോഷനോട് കൂടി മുന്നോട്ട് പോവാം. വല കളയല്ലേ? കൈവല. എന്നാ അവിടുന്ന് കയറച്ചാ. അന്നേരം ഇതിൽ പോകാൻ പാടായിരിക്കും അച്ഛന്. നമ്മളവിടെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നുണ്ട്. എന്നാ ഉണ്ട്. അങ്ങനെ അച്ഛൻ കയറി കേട്ടോ. ദേ ചാടുന്നു. കയറിയേ. എന്തായിട്ട് ഇറങ്ങറിയോ? അവൻ അവിടെ
അവിടെ കിടക്കട്ടെ. താത്ത് വെക്കും, മണ്ണിൽ താത്ത് വെക്കും. കിളി താന്നിരിക്കട്ടെ. വള്ളത്തിയോ? കേറിയോ ഇതിനകത്ത് വല പൊങ്ങിയിരുന്നേ. അവിടെ ഞുണ്ണക്കുഞ്ഞുങ്ങൾ. വല താരട്ടെ. എല്ലാം വല മുകളിലാണ്. കഴിയുന്ന കയറി പോണ വഴിയായി. നമ്മൾ എന്തോ ചെയ്യുന്നത് നല്ലത് ഇത്രയും വേസ്റ്റുമായിട്ട് നമ്മൾ അയ്യോ ഇന്നാളിങ്ങനായിരുന്നു തലച്ചാട്ടിപ്പി ഇവിടെ ഒന്നട മന ഇതിനകത്ത് മീൻ കേട്ടോ. നീ തപ്പ് സൈഡ് തപ്പ് കേട്ടോ. മീനുണ്ട് കേട്ടോ, മീനുണ്ട്. എന്റെ കാലയിൽ അടിച്ചു പുറത്തു പോയതാ നീ. എന്നെ തള്ളി പിടിച്ചേ. അയ്യോ വലുതായിരുന്നു കേട്ടാ. അവിടെ വല താക്കമ്മ. വല അടുപ്പിക്കാം ഇനിയില്ലേ. അയ്യോ മീനുണ്ട് ഇതിനകത്ത്. എന്നതാ എൻ്റെ കൂട്ടൻ പൊടിയല്ല, മാസാണ്. പൊടിയനാണ് പൊടിയൻ. പൊടിയല്ല. വിടട്ടെ. ഒരു കരിമീനെല്ലാം ഇറങ്ങിപ്പോയോ? കറക്റ്റ് പോച്ച ഏത് ഇറങ്ങിപ്പോവും. എവിടെങ്കിലും ഒരു ചുള്ളിയേ അടുത്ത മീൻ പോയി. പൊങ്ങിയിരുന്നാ മതി. തലമുടി നനയ്ക്കൂല. അവിടെ അങ്ങ് ഇരിക്കും. മീനങ്ങ് മുങ്ങാനെ പോവാ. ഒത്തിരി ഇത്ര ആഴല്ലേ മുങ്ങാൻ. പയ്യ പിടിക്കാം. ഒരറ്റത്തൊന്നും ഇത് എടുക്കണം വല. ഈ മുള്ളു ഇത് അതാ ചെയ്യണ്ടേ. അത് ഞാൻ എടുത്തോണ്ടിരിക്കുന്നതാ. അമ്മ എനക്ക് വല അടുപ്പിച്ചേ അടുപ്പിച്ച് കരക്കോട്ട് കയറ്റി പയ്യെ പയ്യെ കാല് വെച്ച് അനക്ക് അതന്നെ അകത്തോട്ട് അനങ്ങെന്താ പറയും. പിന്നെ അകത്തോട്ട് കയറും. നീ വല അടുപ്പിക്കവാ. അടുപ്പിച്ച് സൈഡിൽ കൊണ്ടു. 4-5 മീൻ ഉണ്ടാകുന്നേ. മീൻ പോയി കാണും. പോയി അടിയിലത്തെ വല ഓടി. അടിയിലത്തെ വല പിടിച്ച് അങ്ങോട്ട് പോരാ. എന്താ ഇത്രയും വേസ്റ്റുമായിട്ട് കോരി വരത്തില്ല. വല എടുക്കുന്നതിന് എങ്ങനെ തന്നെ അതിപ്പോ മീൻ എടുത്തു തരാം.
ഉണ്ടോ? എന്റർടൈൻമെന്റ്. വനജാമ്മ പറഞ്ഞു മയക്കലായില്ല അയാളമാർ ഇറങ്ങാൻ സമയമായി രണ്ട് കയറാം നമുക്ക് വൃത്തിയാക്കിയല്ലേ കൂടിപ്പോയ 2 വെള്ളത്തൂടെ കിട്ടും. അപ്പോഴേ നമ്മൾ കോരി പിടിച്ച മീനാണ് ഇത് കേട്ടോ. അതിപ്പോൾ ചെമ്പല്ലിയും കിടപ്പുണ്ട്, അതുപോലെ 2 കരിമീനും ഒരു ചെറിയൊരു പള്ളത്തിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറി വെക്കാനുള്ളതാണ്. ബാക്കി പൊടിയെല്ലാം കൂടെ എടുത്ത് നമ്മൾ കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇപ്പം നമുക്ക് കറി വെക്കാം.